ഹലോ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ കുറച്ച് ദിവസത്തെ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മൊഡ്യൂൾ 1 ഗ്രാഫ്സ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബൈപാർട്ടേറ്റ് ഗ്രാഫ്സ് വരെയാണ് ചെയ്തത് അല്ലേ. സോ നമ്മുടെ ബൈപാർട്ടേറ്റ് ഗ്രാഫിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻസ് എന്നതിൽ നമുക്ക് പറയാവുന്ന രണ്ട് കേസുകളാണ്. ഒന്ന് ജോബ് അസൈൻമെൻറ്റ്സും ഒന്ന് മാച്ചിങ്ങും. നമ്മളിപ്പോൾ ഫസ്റ്റ് ജോബ് അസൈൻമെൻറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ജോബ് അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എംപ്ലോയീസ് ഉണ്ടാകും, ഡിഫറെൻറ്റ് ജോബ്സ് ഉണ്ടാകും. ഇതിനകത്ത് നമ്മുടെ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ജോബ്സിനേക്കാളും കൂടുതലായിരിക്കും. അതാണ് M greater than എന്ന് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു എംപ്ലോയിക്ക് ഒന്നിൽ കൂടുതൽ ജോബ്സ് ചെയ്യാനായിട്ട് അറിയാം. ഇനിയിപ്പോൾ നമ്മളിവിടെ നമ്മുടെ എംപ്ലോയിയുടെ സെറ്റിനെ എംപ്ലോയീസ് എന്നുള്ളത് ഒരു വെർട്ടെക്സ് സെറ്റ് ആക്കുന്നു, ജോബ് എന്നുള്ള അടുത്ത വെർട്ടെക്സ് സെറ്റ് ആക്കുന്നു. സോ നമ്മുടെ ബൈപാർട്ടേറ്റ് ഗ്രാഫിന് രണ്ട് വെർട്ടെക്സ് സെറ്റാണ് വരുന്നത്. എംപ്ലോയി എന്നുള്ളതിനെ എന്നും ജോബ്സ് എന്നുള്ളതിനെ J വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവർ തമ്മിലൊരു എഡ്ജ് കണക്ടിവിറ്റി കൊടുക്കുന്നത് ഒരു എംപ്ലോയിക്ക് ഏതൊക്കെ ജോബ് അറിയാവോ ആ ഓരോ ജോബിലേക്കും ഓരോ എഡ്ജ് ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഞാൻ നമ്മുടെ എംപ്ലോയീസിൻ്റെ സെറ്റായിട്ടൊരു സെറ്റ് എടുക്കാൻ പോകുന്നത് നമ്മൾ വെർട്ടെക്സ് സെറ്റാണ് ABC. അതുപോലെ നമ്മുടെ ജോബ്സ് ആയിട്ട് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് 1, 2, 3 and 4. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ അറിയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ എഡ്ജ് സെറ്റ് എങ്ങനെ വരുന്നുള്ള എഡ്ജ് സെറ്റിനെ ഞാനിപ്പം ജസ്റ്റ് H എന്നൊരു ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഓൾറെഡി പേഴ്സ് ആണെന്ന് അറിയാമല്ലോ അല്ലേ. Aക്ക് ഫസ്റ്റ് ജോബ് ചെയ്യാൻ അറിയാം, അതുപോലെ തന്നെ Aക്ക് ഫോർത്ത് ജോബ് ചെയ്യാൻ അറിയാം, Bക്ക് സെക്കൻഡ് ജോബ് അറിയാം, Bക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ എന്ന് വെക്കുക. ആൻഡ് Cക്ക് തേർഡ് ജോബ് അറിയാം, അതുപോലെ Cക്ക് ഫോർത്ത് ജോബ് അറിയാം. സോ ഐ തിങ്ക് ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആയിട്ടൊന്ന് വരയ്ക്കാം. A, B and C നമ്മുടെ എംപ്ലോയീസ് 1, 2, 3 and 4. ഓക്കെ, അപ്പോൾ നമുക്ക് Aക്ക് 1 അല്ലേ, Aന്ന് 1ലേക്കുണ്ട്, Aന്ന് 4ലേക്കുണ്ട്, Bന്ന് 2ലേക്കുണ്ട്, Cന്ന് 3ലേക്കുണ്ട്, 4ലേക്കുണ്ട്. ഇത് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണല്ലേ. യെസ്. സോ നമുക്ക് ജോബ് അസൈൻമെൻറ്റ്സ് ബൈപാർട്ടേറ്റ് ഗ്രാഫായിട്ട് കാണിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ നോക്കുവാണ്. അത് മാച്ചിങ് ആണ്. സോ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ സെക്ഷനകത്തേക്ക് വരുന്നത്. നമ്മുടെ മാച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ M യൂസ് ചെയ്താണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഗ്രാഫാണ്. ഗ്രാഫ് G നമുക്കറിയാം. G നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓൾഡ് പേര് V വെച്ചിട്ടാണ്. V നമ്മുടെ വെർട്ടെക്സ് സെറ്റ്, E നമ്മുടെ എഡ്ജ് സെറ്റ്. നമ്മുടെ മാച്ചിങ് M എന്ന് പറയുന്നത് നമ്മുടെ എഡ്ജ് സെറ്റ് Eയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, ഇനി എൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് എടുക്കുന്നു, അതിനകത്തെ എഡ്ജസ് നമ്മൾ എടുക്കുന്നു. ആ എഡ്ജസിൻ്റെ എൻ്റെ വെർട്ടെക്സുകൾ എന്നെങ്കിലും ഇരിക്കണം, ഡിസ്റ്റിങ്റ്റ് ആയിരിക്കണം. ഒരു ഗ്രാഫ് അതിനകത്ത് കുറച്ച് എഡ്ജസ് ആണ് നമ്മുടെ M എന്ന് പറഞ്ഞ് ഈ സബ്സെറ്റിനകത്ത് വരുന്നത്, എഡ്ജ് സെറ്റിൻ്റെ സബ്സെറ്റിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഏത് എഡ്ജ് എടുത്താലും അതിൻ്റെ എൻ്റെ വെർട്ടെക്സുകൾ ഡിസ്റ്റിങ്റ്റ് ആയിരിക്കണം. അതായത് ഈ എമ്മിനകത്ത് വരുന്ന രണ്ട് എഡ്ജുകൾക്ക് സെയിം എൻഡ് വെർട്ടെക്സ് വരാനായിട്ട് പാടില്ല. എ വെർട്ടെക്സ് ദാറ്റ് ഈസ് ദ എൻഡ് പോയിന്റ് ഓഫ് ആൻ എഡ്ജ് ഓഫ് മാച്ചിങ് M ഈസ് സെഡ് ടു ബി മാച്ച്ഡ് ഇൻ M. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു വെർട്ടെക്സ് എടുക്കുന്നു, ആ വെർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മുടെ മാച്ചിങ് എമ്മിനകത്ത് ഒരു എഡ്ജിൻ്റെ എൻഡ് പോയിന്റ് ആണെങ്കിൽ മാച്ച്ഡ് ഇൻ M എന്നാണ് നമ്മൾ ആ വെർട്ടെക്സിനെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അൺമാച്ച്ഡ് എന്ന് പറയും. ഓക്കെ, മാച്ച്ഡും അൺമാച്ച്ഡും. അതുപോലെ തന്നെ മാക്സിമം മാച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ M എന്നതിൻ്റെ കാർഡിനാലിറ്റി എത്ര ഹൈ ആകുന്നു, അതായത് അതിൻ്റെ എത്ര എഡ്ജസ് വരുന്നുണ്ട് എന്നുള്ളതാണ് മാക്സിമം മാച്ചിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫിനകത്ത് നമ്മൾ ഈ മാച്ചിങ് മെയിൻലി നമ്മൾ ബൈപാർട്ടേറ്റ് ഗ്രാഫാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബൈപാർട്ടേറ്റ് ഗ്രാഫിനകത്ത് മാച്ചിങ് പറയുന്നെങ്കിൽ വി സേ ദാറ്റ് എ മാച്ചിങ് M ഇൻ ബൈപാർട്ടേറ്റ് ഗ്രാഫ് G ഈക്വൽ ടു V. ഇപ്പം V എന്ന വെർട്ടെക്സ് സെറ്റിന് ഒരു പാർട്ടീഷൻ ഉണ്ട്, ബൈപാർട്ടീഷൻ ഉണ്ട്, അത് V1 V2 ആണ് നമുക്കറിയാം. ഇനി നമ്മളൊരു കംപ്ലീറ്റ് മാച്ചിങ് ആവുന്നത് എപ്പോഴാണ് പറയുന്നത്, ഇറ്റ്സ് എ കംപ്ലീറ്റ് മാച്ചിങ് ഫ്രം V1 ടു V2. V1ൽ നിന്ന് V2ലേക്കുള്ള ഒരു കംപ്ലീറ്റ് മാച്ചിങ് ആകണമെങ്കിൽ നമ്മുടെ V1നകത്ത് ഏത് വെർട്ടെക്സ് എടുത്താലും അത് എമ്മിനകത്ത് എൻഡ് പോയിന്റ് ആയിരിക്കണം. അത് V1നകത്ത് ഏത് വെർട്ടെക്സ് എടുത്താലും അത് നമ്മുടെ മാച്ചിങ് എമ്മിനകത്തെ എഡ്ജിൻ്റെ എൻഡ് വെർട്ടെക്സ് ആയിരിക്കണം. അതായത് നമ്മുടെ മാച്ചിങ് എന്നുള്ള സബ്സെറ്റിൻ്റെ കാർഡിനാലിറ്റി നമ്മുടെ V1 എന്ന വെർട്ടെക്സിൻ്റെ കാർഡിനാലിറ്റി സെയിം ആയിരിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത് കംപ്ലീറ്റ്ലി മാച്ചിങ് ഫ്രം V1
ടു V2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മാച്ചിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗ്രാഫ് എടുക്കുവാണേ. ഇത് ABC. ഇപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മുടെ M എന്ന് പറയുന്ന ഒരു സബ്സെറ്റാണ് പറഞ്ഞത്. ഈ ഗ്രാഫിനകത്തെ ഓർഡർ പെയർ AB ഒരു എഡ്ജാണ്, അടുത്തത് AC. ഇങ്ങനെ എമ്മിനകത്ത് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ, A എന്നുള്ള വെർട്ടെക്സ് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നു. സോ ഇതും കൊണ്ട് എന്താ, നമ്മൾ ഈ എടുത്തിരിക്കുന്ന M ഒരു മാച്ചിങ് ആകത്തില്ല. ഇനി അതേ കേസിൽ നമുക്ക് വേറൊരു ഗ്രാഫ് നോക്കണം. ഇതിൻ്റെ തന്നെ ഒരു സബ്സെറ്റ് എടുക്കാൻ പോകുന്നത് AB EF. ഒരു എഡ്ജ് ഉണ്ടെന്ന് കരുതിക്കോ, ജസ്റ്റ് ഒന്ന് കരുതിക്കോ. പക്ഷെ നമ്മൾ M ആയിട്ട് എടുത്തത് ഈ രണ്ട് എഡ്ജുകളെ മാത്രമാണ്. എനിക്ക് ABയും EFും 4 ഡിസ്റ്റിങ്ക്റ്റ് എൻഡ് വെർട്ടെക്സുകളാണ്. സോ ഇതൊരു മാച്ചിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഈ മാച്ചിങ് യൂസ് ചെയ്ത് വരുന്ന ഒരു തിയറം, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു തിയറമാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാരേജസ് ഓൺ ആൻ ഐലൻഡ്. ഇത് നമ്മുടെ മാച്ചിങ്ങിൻ്റെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ തിയറത്തിനകത്ത് വരുന്നത്. അപ്പം ഇത് നമ്മുടെ 1935 ഫിലിപ്പ് ഹാൾ എന്ന് പറയുന്ന ഒരാളാണ് ഈ തിയറം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തിയറത്തിൽ നമ്മൾ പറയുന്ന പേര് ഹാൾസ് മാരേജ് തിയറം എന്നാണ്. സോ അവിടെ നമ്മൾ ബൈപാർട്ടൈറ്റിക് ഗ്രാഫിനകത്തെ കംപ്ലീറ്റ് മാച്ചിങ് എന്നുള്ള കൺസെപ്റ്റാണ് യൂസ് ചെയ്തത്. സോ നമ്മൾ നെക്സ്റ്റ് അതിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ തിയറം, ഹാൾസ് മാരേജ് തിയറം. നെയിംഡ് തിയറമാണ്. എക്സാമിനൊക്കെ നമുക്കിത് സ്റ്റേറ്റ് ചെയ്യാനോ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഒക്കെ ആയിട്ട് ചോദിക്കും. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാൻ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. സോ ദിസ് ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ്, യു ഷുഡ് സ്റ്റഡി ദിസ്. ദ ബൈപാർട്ടൈറ്റ് ഗ്രാഫ് G equal to VE with the bipartition V1 V2 has a complete matching from V1 to V2 if and only if cardinality of n of A greater than or equal to cardinality of A for all subset A of V1. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ തിയറം നമ്മൾ പ്രൂവ് ചെയ്യുമ്പം നമുക്ക് 2 സെക്ഷൻസ് വരും. അതായത് ആദ്യത്തെ ഇഫ് കണ്ടീഷനും ഓൺലി ഇഫ് കണ്ടീഷനും 2 സെക്ഷൻ നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനകത്ത് ഓൺലി ഇഫ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്താണ്, എൻ ഓഫ് എ എന്താണ്, നമ്മുടെ എ എന്നുള്ള സെറ്റിൻ്റെ നെയ്ബർഹുഡ് സെറ്റാണ് എൻ ഓഫ് എ. എ എന്ന് പറയുന്നത് V1ൻ്റെ സബ്സെറ്റാണ്. ആ എയുടെ കാർഡിനാലിറ്റിയേക്കാൾ കൂടുതലായിരിക്കും എൻ ഓഫ് എയുടെ കാർഡിനാലിറ്റി. അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ V1ൽ നിന്ന് V2വിലേക്ക് നമുക്കൊരു കംപ്ലീറ്റ് മാച്ചിങ് കിട്ടും. ഇതാണ് ഓൺലി ഇഫ് കണ്ടീഷൻ. നമ്മൾ ഫസ്റ്റ് ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് കണ്ടീഷൻ പ്രൂവ് ചെയ്യുന്നില്ല. അതായത് നമുക്കൊരു മാച്ചിങ് ഉണ്ട് V1ൽ നിന്ന് V2വിലേക്ക്. ആ മാച്ചിങ് ഉള്ളപ്പോൾ നമ്മുടെ കണ്ടീഷൻ, അതായത് കാർഡിനാലിറ്റി ഓഫ് എൻ ഓഫ് എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എ എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യും. ഇത് രണ്ടും നമുക്ക് കാണിക്കണം. സോ ഫസ്റ്റ് നമ്മളിപ്പം ഓൺലി ഇഫ് സെക്ഷനാണ് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓൺലി ഇഫ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ടത്, ഒരു സെറ്റ്, സബ്സെറ്റാണ് എ എന്ന് പറഞ്ഞൊരു സബ്സെറ്റ്. എവിടെ നിന്ന് വേണം, വിയിൽ നിന്ന് വേണം. നമ്മൾ പാതി എടുക്കുകയാണ് എ സബ്സെറ്റ് ഓഫ് V1 നമ്മൾ എടുത്തു കഴിഞ്ഞു. ദെൻ നമുക്കിനി എന്താ ചെയ്യുന്നത്, നമ്മളൊരു വെർട്ടെക്സ് എടുക്കുകയാണ്, സ്മോൾ വി. എവിടുന്ന്, നമ്മുടെ എയിൽ നിന്ന്. അപ്പോൾ ഇത് എവിടെയും വരും, V1നകത്ത് വരും കേട്ടോ. അപ്പം ഈ വെർട്ടെക്സ് എടുത്തു. ഇനി ഈ വെർട്ടെക്സ് നമ്മുടെ മാച്ചിങ് എമ്മിനകത്തുണ്ട്. ഈ വെർട്ടെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഡ്ജ് നമ്മുടെ മാച്ചിങ് എമ്മിനകത്തുണ്ട് എന്ന് വെക്കുക. നമ്മളിപ്പോൾ എന്താ എടുത്തേക്കുന്നത്, നമുക്ക് ഇവിടെ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ ഉണ്ട് എന്നാണ് നമ്മളിനി പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് ഫസ്റ്റ് കണ്ടീഷൻ നമുക്കറിയാം എന്താ, നമ്മുടെ ഗ്രാഫ് G1 കംപ്ലീറ്റ് മാച്ചിങ് ആണ്. സോ മാച്ചിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മളിപ്പോൾ എന്താ എടുത്തിരിക്കുന്നത്, നമുക്ക് എ എന്നൊരു സബ്സെറ്റ് ഉണ്ട്, അതിനകത്തൊരു വെർട്ടെക്സ് V എടുത്തു. കംപ്ലീറ്റ് മാച്ചിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് V1 and V2വിലേക്കാണ് മാച്ചിങ് കിട്ടുന്നത്. V1നകത്ത് ഏത് വെർട്ടെക്സ് എടുത്താലും അത് എൻഡ് വെർട്ടെക്സ് ആയിട്ട് വരുന്ന ഒരു എഡ്ജ് എമ്മിലുണ്ട്. എന്താ, കംപ്ലീറ്റ് മാച്ചിങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഈ വെർട്ടെക്സ് Vക്കും ഒരു എൻഡ് വെർട്ടെക്സ് ഉണ്ടാകും. മീൻസ് അത് എൻഡ് വെർട്ടെക്സ് ആയിട്ട് വരുന്ന ഒരു എഡ്ജ് ഉണ്ട്, അതവിടെ എമ്മിലാണ്. അപ്പോൾ ബൈപാർട്ടൈറ്റിക് ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സെക്കൻഡ് വെർട്ടെക്സ് സെറ്റ് V2വിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇതിൻ്റെ ഒരു ആഡ്ജസൻറ്റ് വെർട്ടെക്സിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഞാനിപ്പോൾ സപ്പോസ് അതിനെ ഒരു W എന്നങ്ങോട്ട് വിളിക്കുവാണ് എന്ന് വെക്കും. W എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇതെവിടെ വരും, ഇത് V2വിലുണ്ടാകും. ആഡ്ജസൻ്റ് വിയുമായിട്ട് ആഡ്ജസൻ്റാണ്. അതായത് എന്താ, എൻ ഓഫ് വി ആണ് ആര്, W എന്നുള്ള നമ്മുടെ ഈ വെർട്ടെക്സ് എന്ന് കിട്ടി. അപ്പോൾ നോക്കിയേ,
നമ്മുടെ സെറ്റ് എ ഇതാണ്. എയുടെ കാർഡിനാലിറ്റി എന്താണ്? നമ്മളിപ്പോൾ ജസ്റ്റ് വി മാത്രം എടുക്കുന്നുള്ളൂ എന്ന് വെക്കുക. എയുടെ കാർഡിനാലിറ്റി വി ആണെന്ന് വെക്കുക. വിയുടെ നെയ്ബർഹുഡ് ആരാണ്? ഡബ്ല്യു ആണ്. അപ്പോൾ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് കിട്ടുന്നുണ്ട്. ഇവിടെ എയുടെ കാർഡിനാലിറ്റി 1 കിട്ടും, ഒറ്റ വെർട്ടെക്സ് ആണ്. ഇവിടെ എൻ ഓഫ് യുടെ കാർഡിനാലിറ്റി എന്താണ്? അറ്റ്ലീസ്റ്റ് ബൈപാർട്ടിക് ഗ്രാഫ് ആയതുകൊണ്ട് നമുക്ക് ഒരെണ്ണവേലും കിട്ടുന്നുണ്ട്, ഒരു എഡ്ജിൽ കിട്ടുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും 1 കിട്ടും. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ കാർഡിനാലിറ്റി ഓഫ് എൻ ഓഫ് എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എ ഫോർ ഓൾ എ സബ്സെറ്റ് ഓഫ് v1 എന്നുള്ള നമുക്ക് കിട്ടും. എ എന്നുള്ള നമ്മുടെ ഒരു ആർബിട്രറി സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സെറ്റിനും ഇത് പറയാനായിട്ട് പറ്റും. സോ നമ്മുടെ ഓൺലി ഇഫ് കണ്ടീഷൻ നമ്മൾ എങ്ങനെയാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ പ്രൂവ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് യൂസ് ചെയ്താണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കാർഡിനാലിറ്റിയിലാണ്. കാർഡിനാലിറ്റിയിൽ അപ്ലൈ ചെയ്താണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിനുള്ള കുറച്ച് നെസസറി സ്റ്റെപ്സ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇവിടെ നമ്മൾ സെക്കൻഡ് സെക്ഷൻ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മുടെ അസംഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ളത് സെക്കൻഡ് സെക്ഷനാണ്. എന്ത്? കാർഡിനാലിറ്റി ഓഫ് എൻ ഓഫ് എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എ ഫോർ ഓൾ എ സബ്സെറ്റ് ഓഫ് v1. ഇതാണ് നമ്മുടെ ഇനിയുള്ള അസംഷൻ. ഈ അസംഷൻ വെച്ച് എം എന്നുള്ളത് v1ലെ v2ലേക്കുള്ള കംപ്ലീറ്റ് മാച്ചിങ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ സ്റ്റെപ്പാണെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. സോ അവിടെ നമ്മുടെ ഇൻഡക്ഷനൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക് ഇൻഡക്ഷനൊക്കെ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഫസ്റ്റ് നമ്പറിനകത്ത് നമ്മൾ വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ നമ്മളെന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞ് നമ്മൾ ഈ അസംഷൻ എവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? കാർഡിനാലിറ്റിയിലാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാർഡിനാലിറ്റി ഓഫ് v1 ഇസ് ഈക്വൽ ടു 1. അതെന്താ? വെർട്ടെക്സ് സെറ്റിനകത്ത് ഒരൊറ്റ വെർട്ടെക്സ് വരുന്ന കേസ്, നമ്മുടെ സിംഗിൾ വെർട്ടെക്സ് ആണ്. ആ വെർട്ടെക്സിനെ നമ്മൾ v0 എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു വെർട്ടെക്സ് v0 കിട്ടി. ബൈപാർട്ടിക് ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒരു ആഡ്ജസൻറ്റ് വെർട്ടെക്സിലും വരും. അതായത് നമ്മുടെ ഈ സെറ്റിൻ്റെ ഒരു ആഡ്ജസൻറ്റ് വെർട്ടെക്സിലും വരും നെയ്ബർഹുഡ് സെറ്റിനകത്ത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ കാർഡിനാലിറ്റി v0 ഒറ്റ വെർട്ടെക്സ് ആണ്. സോ അതിൻ്റെ കാർഡിനാലിറ്റി നെയ്ബർഹുഡിൻ്റെ കാർഡിനാലിറ്റിക്ക് ഈക്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കാം. സോ നമുക്ക് ഒരെണ്ണവേലും കിട്ടും എന്നുള്ളതായി. There is at least one edge connecting v0 and a vertex w0 in v2. അതായത് നമുക്ക് എന്താ കാർഡിനാലിറ്റി? നമ്മുടെ അസംഷൻ ഇതാണ്, നമുക്ക് കാർഡിനാലിറ്റി വരുന്നുണ്ട്. കേട്ടതായിരിക്കും നമ്മുടെ ഏത് സബ്സെറ്റിനേക്കാളും കേട്ടതായിരിക്കും എൻ ഓഫ് എയുടെ കാർഡിനാലിറ്റി. സോ നമുക്ക് ഇവിടെ നമ്മുടെ എ എന്ന സെറ്റ് ആയിട്ട് നമ്മുടെ വെർട്ടെക്സ് സെറ്റ് ഈ v0 ഒറ്റ വെർട്ടെക്സ് സിംഗിൾ വെർട്ടെക്സ് നമ്മൾ കൗണ്ട് ചെയ്യുന്നു. സോ അപ്പം അതിനേക്കാളും അതിൻ്റെ കാർഡിനാലിറ്റി 1 ആണ്. സോ അതിനേക്കാളും കൂടുതലോ അതിന് ഈക്വലോ കാർഡിനാലിറ്റി വരുന്ന ഒരു നെയ്ബർഹുഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ ഈക്വൽ ആയിട്ടുണ്ടെന്ന് അസം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ ഒരു വെർട്ടെക്സ് സെറ്റ് വരെ നമ്മൾ w0 എന്ന് വിളിക്കുന്നു. അതെവിടെ വരും? v2 വരും. എനി സച്ച് എഡ്ജ് ഫോംസ് എ കംപ്ലീറ്റ് മാച്ചിങ് ഫ്രം v1 to v2. ഇത് വെച്ച് നമുക്ക് എന്താ ഒരു കംപ്ലീറ്റ് മാച്ചിങ് ഫോം ചെയ്യാം. നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ കിട്ടി. കാര്യം എന്താ? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? കംപ്ലീറ്റ് മാച്ചിങ് കിട്ടും. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ കാണുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പോത്തസിസ് നമ്മൾ നോട്ട് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വലിയ റിസ്ക് ആണ്. സോ ഹൈപ്പോത്തസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ് കെ ബി എ പോസിറ്റീവ് ഇൻറ്റീജർ if G equal to VE is a bipartite graph with a bipartition V1 V2. Bipartite graph ആണ്, partition V1 V2 ആണ്. And cardinality of V1 equal to J. V1ന്റെ കാർഡിനാലിറ്റി J ആണ്. അതെന്താ? ഈ പോസിറ്റീവ് നമ്പർ കെയേക്കാളും ചെറുതുമാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. ചെറുതോ ഈക്വലോ ആണ്. ഓക്കെ. Then there is a complete matching M from V1 to V2 whenever the condition cardinality of n of a greater than or equal to cardinality of a for all a subset of v1 is met. അതായത് കണ്ടീഷൻ ഇതാണ്. നമുക്കൊരു ബൈപാർട്ടിക് ഗ്രാഫ് ഉണ്ട്. ബൈപാർട്ടിഷൻ v1 v2 ആണ്. നമ്മുടെ ഫസ്റ്റ് സെറ്റ് v1ന്റെ കാർഡിനാലിറ്റി j ആണ്. ഈ j എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോസിറ്റീവ് നമ്പർ കെക്കാളും ചെറുതാണ്. ഇത്രയും നമുക്ക് പ്രൈമറായിട്ട് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് തരുന്ന കണ്ടീഷൻ cardinality of n of a greater than or equal to cardinality of a for all subset a of v1 ആണ് എങ്കിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടിയാൽ, കാർഡിനാലിറ്റി നമുക്ക് ഈ കണ്ടീഷനിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടിയാൽ v1ൽ നിന്ന് v2ലേക്ക് നമുക്കൊരു മാച്ചിങ് ഉണ്ട്, ഒരു കംപ്ലീറ്റ് മാച്ചിങ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ്. ഓക്കെ.
ഈ കാര്യം നമുക്ക് മനസ്സിലായല്ലോ. നമ്മളത് പ്രൂവ് ചെയ്യുന്നത് 2 കേസ് യൂസ് ചെയ്താണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ഗ്രാഫിനെ കൺസിഡർ ചെയ്യുന്നു. ഗ്രാഫിനെ ഞാൻ ജസ്റ്റ് എച്ച് എന്ന് വിളിക്കുവാണ്. ഈ ഗ്രാഫിന് ഒരു വെർട്ടെക്സ് സെറ്റ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഡബ്ല്യു ആൻഡ് എഡ്ജ് സെറ്റ് ഉണ്ട് എഫ്. നമുക്ക് വെർട്ടെക്സ് സെറ്റാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി വെർട്ടെക്സ് സെറ്റിൻ്റെ കാർഡിനാലിറ്റി ഉണ്ട്. നമുക്ക് ഈ വെർട്ടെക്സ് സെറ്റ് എന്താ ബൈപാർട്ടി ഗ്രാഫ് ആയതുകൊണ്ട് നമുക്കൊരു 2 വെർട്ടെക്സ് സെറ്റ് വരുന്നുണ്ട്, W1 W2. ഇതിനകത്ത് W1 നമ്മൾ കൺസിഡർ W1ൻ്റെ കാർഡിനാലിറ്റി നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്യുന്നു? K+1 ആയിട്ട് ചൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ W1ൻ്റെ കാർഡിനാലിറ്റി J+1 ആണ്. ഇനി ഈ W1ൻ്റെ കാർഡിനാലിറ്റിയെ ബേസ് ചെയ്ത് നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്ത് 2 കേസുകളാണ് നമുക്ക് വരാൻ പോകുന്നത്. സോ നമ്മൾ അതിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. കേസ് 1 എന്ന് പറയുന്നത് ഇതാണ്. സപ്പോസ് ദാറ്റ് ഫോർ ഓൾ ഇൻറ്റീജേഴ്സ് j വിത്ത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു j ലെസ് ദാൻ ഈക്വൽ ടു k. j എന്ന് പറഞ്ഞാൽ ഏതും ആകാം. k എന്ന് പറഞ്ഞ പർട്ടിക്കുലർ നമ്പറിനേക്കാൾ താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. 1 കൂടുതൽ 1 ഈക്വൽ ആകും. ജയുടെ വാല്യൂ 1 to k വരെ എത്ര വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം. The vertices in every subset of j elements from W1. W1ൽ നിന്ന് j എലമെന്റ്സ് ഉള്ള സബ്സെറ്റിനെ നമ്മൾ എടുക്കുന്നു. അത് ഏത് സബ്സെറ്റും ആകാം, j എലമെന്റ്സ് ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ആർ adjacent to at least j+1 elements of W2. അതെന്താ? നമ്മൾ ഓൾറെഡി W1 W2 എന്ന് പറയുന്നത് ബൈപാർട്ടി ഗ്രാഫാണ്. സോ നമുക്ക് എന്തായാലും ഈ j എലമെന്റ്സിൽ അറ്റ്ലീസ്റ്റ് 1 വെച്ചിട്ടെങ്കിലും വരും, മോർ ദാൻ 1ഉം വരാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? കാർഡിനാലിറ്റി W1നകത്തെ j എലമെന്റ്സ് ഉള്ള സബ്സെറ്റിന്റെ നെയ്ബർഹുഡിന്റെ കാർഡിനാലിറ്റി നമുക്ക് J+1 ആയിട്ട് കിട്ടി. Then we select a vertex V from W1. W1ൽ നിന്ന് നമ്മളൊരു വെർട്ടെക്സ് V1നെ സെലക്ട് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ നെയ്ബർഹുഡായിട്ട് ഈ V എന്ന് പറയുന്ന വെർട്ടെക്സ് നെയ്ബർഹുഡായിട്ട് ഒരു W എന്ന് പറഞ്ഞൊരു വെർട്ടെക്സ് ഉണ്ട്. ഈ W നമ്മുടെ W2, ഈ സ്മോൾ W നമ്മുടെ ക്യാപിറ്റൽ W2, വെർട്ടെക്സ് W2വിനകത്തെ ഒരു വെർട്ടെക്സ് ആണ് ഈ W. V എന്ന് പറയുന്നത് W1നകത്തെ ഒരു വെർട്ടെക്സ് ആണ്. വിയും Wയും adjacent ആണ്, വിച്ച് മീൻസ് അവർക്കിടയിൽ ഒരു H ഉണ്ട്. വിച്ച് മസ്റ്റ് എക്സിസ്റ്റ് ബൈ അവർ അസംപ്ഷൻ. ഇപ്പം എന്താ നോക്കിയേ, V എന്ന് പറയുന്നത് കാർഡിനാലിറ്റി 1 ആണ്. ആൻഡ് നെയ്ബർഹുഡ് എന്തായാലും W എന്നുണ്ട്. സോ കാർഡിനാലിറ്റി ഈക്വലും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ Nഉം Vയും എന്നുള്ള ആ ഒരു എഡ്ജിനെ, വിയും W, Nഉം V അല്ല വിയും W, നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്യുന്നു. V ആൻഡ് W എൻ്റെ വെർട്ടിക്സ് ആയിട്ട് വരുന്ന ആ ഒരു എഡ്ജിനെ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ചെയ്യുന്നു. വി ഡിലീറ്റ് V ആൻഡ് W ആൻഡ് ഓൾ എഡ്ജസ് ഇൻസിഡൻറ്റ് ടു ദം ഫ്രം H. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാഫിൽ നിന്ന് V എന്ന എഡ്ജ് V എന്ന വെർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്യുവാണ്, W എന്ന വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യണം. അതുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ഇൻസിഡൻ്റ് ആയിട്ട് വരുന്ന എല്ലാ എഡ്ജസ് നമ്മൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈപാർട്ടി ഗ്രാഫാണ് കിട്ടാൻ പോകുന്നത്. അത് നമ്മൾ H' എന്ന് വിളിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബൈപാർട്ടീഷൻ എന്താ? W1ൽ നിന്ന് V പോയി, W2ൽ നിന്ന് സ്മോൾ w പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബൈപാർട്ടീഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? നമ്മൾ W1ൻ്റെ കാർഡിനാലിറ്റി K ആണ്, K+1 ആണ്. W1ൻ്റെ കാർഡിനാലിറ്റി K+1 ആണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എന്താ തന്നിരിക്കുന്നത്? അതിൽ നിന്ന് ഒരു വെർട്ടെക്സ് കുറഞ്ഞ പിന്നെ എന്താ? K ആണ് കാർഡിനാലിറ്റി വരുന്നത്. അത് കാർഡിനാലിറ്റി ഓഫ് W1 മൈനസ് വെർട്ടെക്സ് V എന്ന് പറഞ്ഞാൽ K കിട്ടും. ഇപ്പം നമ്മുടെ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസുമായിട്ടൊരു ബന്ധം വന്നില്ലേ? K എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വാല്യൂ, അതിൽ താഴെയുള്ള ഏത് വാല്യൂ എടുത്താലും നമുക്ക് ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താ കിട്ടും? നമുക്കൊരു കംപ്ലീറ്റ് മാച്ചിങ് കിട്ടും. V1ൽ നിന്ന് W1 മൈനസ് V, W2 മൈനസ് W കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് മാച്ചിങ് കിട്ടും. W1 മൈനസ് V എന്ന് പറയുന്ന സെറ്റ് ടു W2 മൈനസ് W എന്ന് പറയുന്ന സെറ്റുമായിട്ട് നമുക്ക് എന്ത് കിട്ടി? ഒരു കംപ്ലീറ്റ് മാച്ചിങ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു വെർട്ടെക്സ് രണ്ട് സെറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. എന്ത് ചെയ്യും? നമ്മൾ ആ വെർട്ടെക്സും അതിനെ കണക്ട് ചെയ്ത ഒറ്റ എഡ്ജും VW എന്ന് പറയുന്ന ഒറ്റ എഡ്ജും കൊണ്ട് നമ്മൾ കണക്ട് ചെയ്താൽ നമ്മൾ മാച്ചിങ്ങിന് എന്ത് പറ്റും? ഒരു കുഴപ്പമില്ല, കംപ്ലീറ്റ് മാച്ചിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. സോ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ അവിടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. സോ കേസ് 1 വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? W1 to W2 എന്നുള്ള ഒരു കംപ്ലീറ്റ് മാച്ചിങ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഡേ 2 നമ്മുടെ കേസ് 2 നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കേസ് 2. കേസ് 2ൻ്റെ ഫസ്റ്റ് സെക്ഷൻ കുറച്ച് ചെറുതായിട്ട് തോന്നും, പക്ഷേ എനിക്കൊരു കണ്ടിന്യൂഷനും കൂടെ ഉണ്ട് കേട്ടോ. സപ്പോസ് ദാറ്റ് ഫോർ സം J വിത്ത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു J ലെസ് ദാൻ ഓർ ഈക്വൽ ടു K. ഇവിടെ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് സിമിലർ ആയിട്ടാണ് വരുന്നത്. There is a subset W1 dash of J vertices. J vertices ഉള്ള ഒരു സബ്സെറ്റാണ് W1 dash. ആരുടെ സബ്സെറ്റാണ്? W1ൻ്റെ സബ്സെറ്റാണ്. Such that there are
എക്സാക്ട്ലി j നെയ്ബേഴ്സ് ഓഫ് ദിസ് വെർട്ടീസസ് ഇൻ W2. അതായത് നമുക്ക് W1 ഡാഷ് എന്ന ജെ വെർട്ടീസ് ഉണ്ട്, ഇതുമായിട്ട് നെയ്ബർഹുഡ് വരുന്ന കറക്റ്റ് ജെ വെർട്ടീസ് W2 ആ സെറ്റ് നമ്മൾ W2 ഡാഷ് എന്ന് വിളിക്കുന്നു. അതായത് നമ്മുടെ കാർഡിനാലിറ്റി ഓഫ് W1 ഡാഷ് ജെ ആണ്, കാർഡിനാലിറ്റി ഓഫ് n ഓഫ് W1 ഡാഷും എന്താണ് ജെ ആണ്. ഈ W1 ഡാഷിന്റെ നെയ്ബർഹുഡിൽ വരുന്ന ഈ ഒരു സെറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? W2 ഡാഷ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, then by inductive hypothesis there is a complete matching from W1 to W2 ഡാഷ്. അപ്പം നമുക്ക് എന്താ കാർഡിനാലിറ്റി ഈക്വലോ അല്ലെങ്കിൽ കൂടുതലാകാം, ഇപ്പം ഈക്വലായിട്ട് കിട്ടി. അപ്പം എന്താ W1 ഡാഷ് ടു W2 ഡാഷ് നമുക്ക് എന്ത് കിട്ടി? ഒരു കംപ്ലീറ്റ് മാച്ചിങ് ഇപ്പം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിൽ നിന്ന് 2j വെർട്ടീസസ് റിമൂവ് ചെയ്യും. W1 നിന്ന് j വെർട്ടീസസ്, W2 നിന്ന് j വെർട്ടീസസ്. അപ്പം നമ്മൾ 2j വെർട്ടീസസ് അങ്ങോട്ട് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മറ്റു ബൈപാർട്ടേറ്റ് ഗ്രാഫാണ് കിട്ടുന്നത്. ആ ഗ്രാഫ് നമ്മൾ K എന്ന് വിളിക്കുവാണ്. ബൈപാർട്ടീഷൻ W1 മൈനസ് W1 ഡാഷ്, W2 മൈനസ് W2 ഡാഷ്. ഓക്കെ, നമ്മുടെ K എന്ന് പറയുന്ന ഈ ബൈപാർട്ടേറ്റ് ഗ്രാഫ് നമ്മുടെ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. The graph K satisfies the condition cardinality of n of a greater than or equal to cardinality of A for all subsets A of W1 minus W1 dash. W1 minus W1 ഡാഷിന്റെ A സബ്സെറ്റ് എടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. നമുക്ക് ഈ ബൈപാർട്ടേറ്റ് ഗ്രാഫ് കിട്ടി, അതിന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. ഇനി നമ്മൾ എന്താ വരുന്നത്? നമുക്കൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ചെയ്യണം തോന്നില്ല, അതുപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ? K കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചാലോചിക്കും, ചെയ്യത്തില്ല എന്നാലോചിക്കണം. ഇഫ് നോട്ട്, അതാണ് പറഞ്ഞിരിക്കുന്നത്. There would be a set of T vertices. T നമ്മുടെ നമ്പറാണ്. Vertices of W2 minus W1 dash. So W1 minus W1 dash ആണ് എൻ്റെ മിസ്റ്റേക്ക്. ഓക്കെ, W1 minus W1 dash where 1 less than equal to T less than equal to K plus 1 minus T. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഇത് എവിടുന്നാ വന്നേ? 1 less than equal to T നമ്മളെടുത്ത നമ്പറാണ്. T എന്ന് പറഞ്ഞത് സബ്സെറ്റിന്റെ കാർഡിനാലിറ്റിയാണ്, എത്ര വെർട്ടെക്സ് ഉണ്ടെന്നുള്ളതാണ്. ആ സബ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W1 മൈനസ് W1 ഡാഷിനകത്ത് ഒരു സബ്സെറ്റ് ആണ്. പക്ഷെ ഇത് എവിടുന്നാ വന്നെന്ന് ആലോചിക്കും. അതായത് നമ്മുടെ വെർട്ടെക്സ് സെറ്റ് W1നകത്ത് K+1 വെർട്ടീസസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മളിപ്പോൾ എത്ര റിമൂവ് ചെയ്തു? W1 നിന്ന് J റിമൂവ് ചെയ്തു, W2 നിന്ന് J വെർട്ടെക്സ് നമ്മൾ റിമൂവ് ചെയ്തേ. അപ്പം ഈ K+1 മൈനസ് J ഇതാണ് നമുക്ക് ഇനി ആകെ W1 മൈനസ് W1 ഡാഷിനകത്തുള്ള വെർട്ടെക്സുകളുടെ എണ്ണം. K+1 മൈനസ് J അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതിൽ നിന്നാണ് നമ്മൾ ഈ T എന്നുള്ള കൗണ്ടിൽ ഒരു സബ്സെറ്റ് എടുത്തിരിക്കുന്നത്. സച്ച് ദാറ്റ് the vertices in this subset have fewer than T vertices of W2 minus W2 dash as neighbors. ഇവിടെ പറഞ്ഞേക്കാൻ നോക്കി, ഇവിടെ നമ്മുടെ T വെർട്ടെക്സുകളാണ് നമ്മുടെ സബ്സെറ്റിനകത്തുള്ളത്. അതിനേക്കാൾ കുറഞ്ഞ ഒരു കൗണ്ടാണ് ഇതിൻ്റെ നെയ്ബർഹുഡ് സെറ്റിൽ വരുന്നത്. അതായത് W2 മൈനസ് W2 ഡാഷ് എന്ന് പറഞ്ഞ് അതിൻ്റെ സബ്സെറ്റ് അത് Tയിലും കുറവാണ് എന്ന് നമ്മൾ അങ്ങോട്ട് എടുക്കുന്നു. Then the set of J plus T vertices of W1 consisting of these T vertices together with J vertices we removed from W1 has fewer than J plus T neighbors. ഇപ്പം എന്താ വന്നേ? ഓൾറെഡി നമ്മൾ J റിമൂവ് ചെയ്തു. Jക്ക് എന്തായാലും Jയുടെ അടുത്ത് തന്നെ നമ്മൾ നെയ്ബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് റിമൂവ് ചെയ്തേ. പക്ഷെ നമ്മൾ T എന്നുള്ള സബ്സെറ്റ് എടുത്തപ്പോൾ എന്ത് വന്നു? Tക്ക് Tയുടെ അത്ര തന്നെ കൗണ്ടുള്ള നെയ്ബേഴ്സ് ഇല്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ റിമൂവ് ചെയ്തു. രണ്ടും കൂടെ റിമൂവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഈ J പ്ലസ് ടിയേക്കാളും കുറച്ച് എമൗണ്ട് ഉള്ള ഒരു നെയ്ബർഹുഡ് സെറ്റായിരിക്കും നമുക്ക് W2 കിട്ടാൻ പോകുന്നത്. അത് നമ്മുടെ ഹൈപ്പോത്തസിസിന് കോൺട്രഡിക്ഷനോ എന്തായാലും അങ്ങനെ സംഭവം വരാനേ പോകുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് അഡ്ജസൻസി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആ വെർട്ടെക്സ് മുമ്പ് നടക്കല്ലേ, അതെന്തായാലും വരത്തില്ല. എത്ര എണ്ണം നമുക്ക് W1 അതിനേക്കാൾ കൂടുതലും അതിന് സെയിമും അത്ര എന്തായാലും ഉണ്ടാകും നമ്മുടെ നെയ്ബർഹുഡിനകത്ത്. സോ എന്തായാലും അതിനേക്കാൾ കുറവ് നെയ്ബർഹുഡ് സ്ട്രെങ്ത് വരത്തില്ല, അതുകൊണ്ട് അത് ഫോൾസ് ആണ്. സോ അപ്പോൾ K എന്ത് ചെയ്യും? എന്തായാലും നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഈ ഒരു കണ്ടീഷൻ കാർഡിനാലിറ്റി ഓഫ് NF കാർഡിനാലിറ്റി ഓഫ് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി. അതുകൊണ്ടാണ് നമുക്കൊരു തെറ്റായിട്ട് ഒരു അസംഷനിലേക്ക് വന്നത്. സോ അതെന്തായാലും ഒരിക്കലും ഉണ്ടാകത്തില്ല. കാർഡിനാലിറ്റി ഓഫ് NF കിട്ടുന്നതായിരിക്കും കാർഡിനാലിറ്റി ഓഫ് A ഫോർ ഓൾ A സബ്സെറ്റ് ഓഫ് W1 ആണ്. ഇപ്പം നമ്മുടെ തിയറം ഇവിടെ നമുക്ക് ഏകദേശം ഒന്ന് ആയി എന്ന് പറയാം. ഇനി നമുക്ക് ഈ K ഇപ്പം എന്താ K എന്നുള്ള ആ ഒരു ഗ്രാഫ് ഒരു കംപ്ലീറ്റ് മാച്ചിങ്.
കംപ്ലീറ്റ് മാച്ചിങ് ആണ് എന്ന് പറയാം. എവിടെ നിന്ന് എവിടത്തേക്കാണ്? W1 ഡാഷ് ടു W2 ഡാഷിലേക്കാണ്. ഇത് നമ്മൾ കുറച്ച് വട്ടക്സ് റിമൂവ് ചെയ്ത റിമൂവ് ചെയ്ത വട്ടക്സിൻ്റെ എഡ്ജും ആ വട്ടക്സ് മാത്രം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങോട്ട് കിട്ടും? W2 W1 ആവും. അതായത് നമുക്ക് നമ്മുടെ H എന്നുള്ള നമ്മുടെ ആദ്യത്തെ ഗ്രാഫ് എന്താവും? കംപ്ലീറ്റ് മാച്ചിങ് ആവും ഫ്രം W1 ടു W2. സോ നമുക്ക് ഇന്നിവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.